കയറി വ്യാഖ്യാനിക്കാൻ പോകും. നല്ല കേശമാർക്കുണ്ടോ അവൻ സുകേശാവ്, നല്ല ഭംഗിയുള്ള കേശത്തോടു കൂടിയവൻ സുകേശ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ തെറ്റിപ്പോവും. അതെ, ഒന്നുകിൽ മുട്ട പിടിച്ച രൂപമാണെങ്കിൽ എങ്ങനെയാണ് സുകേശാവുക, അഥവാ തലയിലൊരു രോമോ ഇല്ലാച്ചാൽ എങ്ങനെയാണ് സുകേശാവുക? ഒരു സന്യാസിയെ കൊണ്ട് സുകേശ എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. വയ്യ, മുട്ടയാണ്. സന്യാസിക്ക് മുണ്ടനമാണ് പറഞ്ഞിട്ടുള്ളത്, മുണ്ടിയാണ് സന്യാസി. ശിഖി എന്ന് പറഞ്ഞാൽ ബ്രഹ്മചാരിയും ഗൃഹസ്ഥനും ശിഖികളാണ്. ഇന്നിപ്പോൾ ഗൃഹസ്ഥന്മാർ ശിഖ വയ്ക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ അതൊക്കെ ഇപ്പോൾ ഉത്തരം കണ്ടെത്തേണ്ടുന്ന ചോദ്യങ്ങളാണ്. ഏതായാലും ശിഖ ഉണ്ട് എന്നാ വെപ്പ്. ഗൃഹസ്ഥന്മാർക്ക് എല്ലാവർക്കും ശിഖ ഉണ്ട് എന്നാണ് വെപ്പ്. വെച്ചാലും ഇല്ലെങ്കിലും ഉപാസന ചെയ്യുന്ന സമയത്ത്, മന്ത്രോപാസന ചെയ്യുന്ന സമയത്ത് ശിഖായൈ വഷടെന്ന് ശിഖാസ്ഥാനം സ്പർശിക്കുക പതിവുണ്ട്. ഇപ്പം ശിഖ ഉണ്ട്. ഇപ്പം ബ്രഹ്മചാരിയും ഗൃഹസ്ഥനും ശിഖിയും. വാനപ്രസ്ഥൻ ജഡി, ജഡയാണ് വാനപ്രസ്ഥൻ. സന്യാസി മുണ്ടി, സന്യാസി മുണ്ടിയാണ്, മുണ്ടനം ചെയ്തവനാണ്. അവൻ അർദ്ധക്ഷൗരം വിധിച്ചിട്ടില്ല. അർദ്ധക്ഷൗരം സന്യാസിക്ക് പറഞ്ഞിട്ടില്ല. പകുതി ഷേവ് ചെയ്യുക, പകുതി പഠിക്കാണ്ട് നിൽക്കുക സന്യാസിക്ക് പറഞ്ഞിട്ടില്ല. ഒന്നുകിൽ പൂർണ്ണക്ഷൗരം അല്ലെങ്കിൽ അക്ഷൗരം. അർദ്ധക്ഷൗരം സന്യാസിക്കില്ല. ഇതൊക്കെ നിയമങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ പാലിക്കണ്ടോയെന്ന് വെച്ചാൽ ഇതൊക്കെ ഇപ്പോൾ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. ഇതൊക്കെ നിയമങ്ങളാണ്, സമ്പ്രദായങ്ങളാണ്. ഇത്തരം നിയമങ്ങൾ പരമ്പരാഗതമായി പാലിക്കുമ്പോഴാണ് ധർമ്മവ്യവസ്ഥ നിലനിൽക്കുന്നത്. പരിഷ്കാരം വരുമ്പോൾ അതൊക്കെ ചിലപ്പോൾ നമ്മൾ മാറ്റിയെന്ന് വരും. അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇരിക്കട്ടെ. അപ്പോൾ അതുകൊണ്ട് സുകേശ എന്നുള്ള പേരൊന്നും കയറി വ്യാഖ്യാനിക്കാൻ പോകരുത്. ചിലപ്പോൾ ഒരു നൈഷ്ഠിക ബ്രഹ്മചാരി ആയിരിക്കും, അവൻ ശിഖ വെച്ചിട്ടുണ്ടാവും, ബാക്കിയൊക്കെ മുട്ട മേടിച്ചിട്ടുണ്ടാവും. എന്താ അവൻ്റെ പേര് എന്ന് വെച്ചാൽ സുകേശ എന്ന് പറഞ്ഞാൽ ഒരു സുഖമില്ല. അപ്പോൾ പേരാണത്, വ്യാഖ്യാനമല്ല. പൊതുവെ ഈ ഉപനിഷത്തൊക്കെ പഠിക്കുന്ന ആൾക്കാർക്ക് ഈ വ്യാഖ്യാനിക്കാനുള്ളൊരു പ്രവണത കൂടുതലുണ്ടാവും. കാരണം വ്യാഖ്യാനിച്ച് ശീലിക്കുമല്ലോ. അപ്പോൾ എന്ത് കിട്ടിയാലും വ്യാഖ്യാനിക്കും, അത് അതിവ്യാഖ്യാനം ചെയ്യും. ഒരിക്കലും പാടില്ല, അതിവ്യാഖ്യാനം വേണ്ട. അതുകൊണ്ട് ഭാഷ്യകാരൻ പറയും നാമതഃ, പേരുകൊണ്ട് സുകേശ. ആരാണ് അയാൾ? ഭാരദ്വാജ. ചില്ലറക്കാരനല്ല, ഭരദ്വാജൻ്റെ പുത്രനാണ്. ഭരദ്വാജപുത്രനായ സുകേശാവ്. വേണമെങ്കിൽ ഭരദ്വാജൻ്റെ വംശത്തിൽ പിറന്നവെന്നും പറയാം. നേരെ പറയാൻ വയ്യ. എന്നാലും ഈ ഇത്തരം പ്രത്യയങ്ങൾ കുറേയൊക്കെ ബഹുളമായിട്ട് വരാം. സൂക്ഷ്മാർത്ഥത്തിൽ പറഞ്ഞാൽ ഭരദ്വാജൻ്റെ പുത്രൻ തന്നെ പറയണം. എന്നാൽ അത്രയ്ക്ക് അങ്ങോട്ട് വ്യാകരണത്തിൽ നിഷ്കർഷിക്കാതെ സാമാന്യാർത്ഥം പറഞ്ഞാൽ ഭരദ്വാജൻ്റെ വംശത്തിൽ പിറന്നാളെന്നും പറയാം, തെറ്റില്ല അങ്ങനെ പറഞ്ഞാൽ. അങ്ങനെയുള്ള സുകേശാവ് ഒന്ന്. പിന്നെ ശൈബ്യ സത്യകാമഹ, സത്യകാമൻ പേരുകൊണ്ട്. സത്യകാമൻ പേരാണ് സത്യകാമൻ. വ്യാഖ്യാനിക്കാൻ പോരുതേ. സത്യത്തെ കാമിക്കുന്നവനാരോ അവൻ സത്യകാമൻ. വേറൊരു കാമം അവൻ്റെ ജീവിതത്തിലില്ല, വേറൊരു താത്പര്യം, അവൻ്റെ സത്യം മാത്രമേ ഉള്ളൂ. ഒക്കെ സംഗതി ശരിയാണ്, പക്ഷെ അങ്ങനെ വ്യാഖ്യാനിക്കാൻ പോണ്ട. നാമതഃ പേരുകൊണ്ട് സത്യകാമൻ. ആരാണവൻ? ശൈബ്യ, ശിബിയുടെ വംശത്തിൽ പിറന്നവൻ. ശിബിയുടെ വംശത്തിൽ പിറന്ന സത്യകാമൻ. മറക്കരുത്, ഇതൊക്കെ ഓർമ്മിച്ച് വെക്കണം. സൗര്യായണീച്ച ഗാർഗ്യ, ഗാർഗ്യൻ പേരുകൊണ്ട് ഗാർഗ്യൻ. നാമതഃ ഗാർഗ്യ. ആരാണവൻ? സൗര്യായണി, സൂര്യൻ്റെ വംശത്ത് പിറന്നവനാകാം, സൂര്യൻ്റെ പൗത്രനാവാം. രണ്ടും ശരിയാണ്. സൂര്യന് പ്രസിദ്ധനായ ഒരാൾ. സൂര്യനൊക്കെ ആർക്കും പേരിടാട്ടുവോ? ഈ നല്ല പേരുകൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഇതിപ്പോൾ ഭരദ്വാജൻ എന്ന് പറഞ്ഞു, ഇത് പ്രസിദ്ധനായൊരു ഭരദ്വാജൻ ഉണ്ട്, ആ ഭരദ്വാജൻ്റെ മോനാതെന്ന് നിങ്ങളാരും പറയാൻ പാടില്ല. അത് ശരിയല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പലപ്പോഴും നമ്മൾ അങ്ങനെ വ്യാഖ്യാനിച്ചു എന്ന് വരും. നമ്മൾ മഹാത്മാക്കളുടെ പേര് ആവർത്തിച്ചുകൊണ്ടിരിക്കും. ഏതുവരെ? ഒരാൾ ആ പേരിനെ കളങ്കപ്പെടുത്തുന്നത് വരെ. അതെ, പിന്നെ നമ്മൾ ഇടാൻ ഒന്നും മടിക്കും. അതുവരെ നമ്മൾ മഹാത്മാക്കളുടെ പേരിട്ടുകൊണ്ടേയിരിക്കും ഓരോ തലമുറയിലും. രാമനൊക്കെ ഈ കൂട്ടത്തിന് എത്ര രാമന്മാരുണ്ടാവും?
പലരും ഉണ്ടാവും, രാമനും കൃഷ്ണനൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ രാമൻ കൃഷ്ണൻ ഒക്കെ ചെയ്ത മഹത്വത്തെക്കാൾ വലിയൊരു തിന്മ ആ പേരുള്ള ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ, അത് പ്രസിദ്ധമായി കഴിഞ്ഞാൽ പിന്നെ ആ പേരിടാൻ നമ്മളൊന്ന് മടിക്കും. ഇപ്പോൾ രാവണൻ എന്ന് പൊതുവെ കുട്ടികൾക്ക് പേരിടാറില്ല, ഉണ്ടോ? ഇല്ല. എന്താ, നല്ല പേരല്ലേ രാവണൻ? നല്ല ഒന്നാന്തരം പേരാ രാവണൻ എന്നുള്ളത്. നല്ല ശബ്ദത്തോടു കൂടിയവരാണ്. അങ്ങേയറ്റം ശ്രേഷ്ഠമായ പേരാണ് രാവണൻ. പക്ഷേ ഒരു വ്യക്തി ആ പേരിൻ്റെ മഹത്വത്തെ കളങ്കപ്പെടുത്തിയത് കൊണ്ട് നമ്മൾ ആ പേരിടാൻ ഒന്ന് മടിക്കും. അല്ലെങ്കിൽ വേണ്ട, നല്ല പേര് പറഞ്ഞുതരാം, ദുര്യോധനൻ. ഒന്നാം തരം പേരാ. അർത്ഥം നോക്കിക്കഴിഞ്ഞാൽ ആരുടെ കൂടെ യുദ്ധം ചെയ്യുന്നത് വളരെ ദുഃഖകരമാണോ അത്രയും പ്രഗത്ഭനായ യോദ്ധാവെന്നാണ് ദുര്യോധനൻ എന്ന് പറഞ്ഞ അർത്ഥം. പക്ഷേ ദുര്യോധനൻ എന്ന് പറഞ്ഞ വ്യക്തി ആ പേരിനെ കളങ്കപ്പെടുത്തിയത് കൊണ്ട് നമ്മുടെ മക്കൾക്കിടാൻ ഒന്നും മടിക്കും, ഇല്ലേ? എന്താ അഭിപ്രായം? അതെ. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞത് ഇത്രയുള്ള, പറയാൻ പോയി കഴിഞ്ഞാൽ അങ്ങ് നീണ്ടുപോകും, പല പേരും ഉദാഹരണം പറയേണ്ടി വരും. അങ്ങോട്ടൊന്നും പോകണ്ട. മഹാത്മാക്കളുടെ പേര് ആവർത്തിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇന്നാളെന്നൊന്നും ഇത് പറയാൻ പാടില്ല. സൂര്യഭഗവാൻ എന്ന അർത്ഥം പറയേണ്ട. സൂര്യൻ എന്നൊരാൾ, അയാൾ പ്രസിദ്ധനാണ്. അയാളുടെ പൗത്രൻ അല്ലെങ്കിൽ വംശത്തിൽ പിറന്നവൻ സൗര്യായണി. എന്താ പേര്? ഗാർഗ്യൻ. അല്ലെങ്കിൽ ഗാർഗ്യൻ എന്ന് പറഞ്ഞാലും പേരായിക്കൊള്ളുന്നില്ല. ഗർഗന്റെ വംശത്തിൽ പിറന്നവൻ ഗാർഗ്യനാവാം. കൗസല്യശ്ചാശ്വലായനോ. ഇതും വിഷമം തന്നെയാണ്. ഇത് ഏതാ പേര് എന്ന് ചോദിച്ചാൽ പറയാൻ വയ്യ. കോസല വംശത്തിൽ പിറന്നവൻ കൗസല്യനാണ്. കോസലദേശത്ത് ഉള്ളവൻ കൗസല്യൻ. അശ്വലൻ്റെ വംശത്തിൽ പിറന്നവൻ അശ്വലായനാണ്. ഇതിലേതെങ്കിലും ഒന്ന് പേരാണെന്ന് ഉറപ്പിച്ചോളാം. ഒന്ന് പേരാണ്, ഒന്ന് വിശേഷണമാണ്. അശ്വലൻ്റെ വംശത്തിൽ ഗോത്രത്തിൽ പിറന്നവൻ അശ്വലായനാണ്. കോസലദേശത്ത് ജനിച്ചവൻ കൗസല്യനാണ്. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് പേര്, മറ്റത് വിശേഷണം. അങ്ങനെ എടുത്തോളൂ. ഏതാ അഷ്ടജ എടുത്തോളൂ. കൗസല്യശ്ചാശ്വലായനോ. ഭാർഗവോ വൈദർഭി. ഭാർഗവൻ ഭൃഗുവിൻ്റെ വംശത്ത് പിറന്നവൻ ഭാർഗവൻ. അവനാരാ? വൈദർഭി, വിദർഭദേശത്തുള്ളവൻ. വിദർഭദേശത്ത് നിന്ന് വന്ന ആളാണ്. കബന്ധി ച കാത്യായന. കബന്ധി പേര്. ആരാണവൻ? കത്യൻ്റെ വംശത്ത് പിറന്നവൻ കത്യായന. ഈ 6 പേര്: സുകേശാവ്, സത്യകാമൻ, ഗാർഗ്യൻ, കൗസല്യൻ, ഭാർഗവൻ, കബന്ധി. ഈ 6 പേര്. അപ്പോൾ ഇവർ പല പ്രദേശങ്ങളിലുള്ളവരാ, പല നാട്ടിൽ നിന്ന് വന്നവരാ. ഒരാൾ കോസല ദേശത്തു നിന്നാണെങ്കിൽ വേറൊരാൾ വിദർഭദേശത്തു നിന്നാണ്. ഒക്കെ വളരെ വളരെ ദൂരമുണ്ട്. ഇവർ ആരാണെന്ന് പറയുന്നു? ഹ ഏതേ ബ്രഹ്മപരാഹ. ബ്രഹ്മപരന്മാരാണ്. അർത്ഥം നമുക്ക് ചിന്തിക്കാം. ബ്രഹ്മപരൻ എന്നുള്ളതിന് പരമമായ അർത്ഥം പറഞ്ഞാൽ ശരിയാവില്ല. നമ്മുടെ അടുത്ത പദങ്ങൾ കൂടി പറഞ്ഞിട്ട് ഇതിനർത്ഥം പറയാം. ബ്രഹ്മനിഷ്ഠാഹ, ബ്രഹ്മനിഷ്ഠന്മാരാണ്. പരംബ്രഹ്മ അന്വേഷമാണാഹ, പരബ്രഹ്മത്തെ അന്വേഷിക്കുന്നവരാണ്. അപ്പോൾ ഇവരന്വേഷകന്മാരാണ്. അതുകൊണ്ട് ബ്രഹ്മപരാഹ എന്നുള്ളതിന് ആദ്യം പരമാത്മനിഷ്ഠയിൽ, പരബ്രഹ്മനിഷ്ഠയിൽ കഴിയുന്നവരാണെന്ന് അർത്ഥം പറഞ്ഞാൽ തെറ്റിപ്പോവും. അതുകൊണ്ട് ബ്രഹ്മപരാഹ വേദപരാഹ, വേദപരന്മാരാണ്. വേദത്തെ അങ്ങേയറ്റം പഠിക്കുന്നവരും പഠിച്ചവരും സമാശ്രയിക്കുന്നവരുമാണ്, വിദ്വാൻമാരാണ്. നല്ലപോലെ വേദാധ്യയനം ചെയ്തവരാണ്. ജീവിതത്തിൽ നിഷ്ഠ പാലിക്കുന്നവരാണ്, ബ്രഹ്മപരന്മാരാണ്. ബ്രഹ്മനിഷ്ഠാഹ, വേദനിഷ്ഠന്മാരാണ്. വേദം അനുശാസിക്കുന്ന കർമ്മങ്ങളിൽ നിഷ്ഠയുള്ളവരാണ്. ഉപാസകന്മാരാണ്, അപരബ്രഹ്മനിഷ്ഠന്മാരാണ്.
അപരബ്രഹ്മനിഷ്ഠന്മാരാണ്. പരബ്രഹ്മനിഷ്ഠന്മാരാന്ന് പറഞ്ഞേക്കരുത്, കാരണം പരബ്രഹ്മനിഷ്ഠന്മാരാണെന്ന് വെച്ചാൽ പിന്നെ അന്വേഷിച്ച് പോവില്ല. അതുകൊണ്ട് അപരബ്രഹ്മനിഷ്ഠന്മാരാണ്. അല്ലെങ്കിൽ വേദത്തിൽ വൈദിക കർമ്മങ്ങളിൽ നല്ല നിഷ്ഠയോട് കൂടിയവരാണ്. 6 പേരും പരംബ്രഹ്മ അന്വേഷമാണ്. പരമമായ ബ്രഹ്മം എന്തെന്ന് അന്വേഷിക്കുന്നവരാണ്. വെറുതെ ഇരിക്കുന്നവരല്ല, അവർ അന്വേഷകന്മാരാണ്. അങ്ങനെ അന്വേഷകന്മാരായ അവർ പല നാട്ടിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട്. അങ്ങനെ പലയിടത്തുനിന്ന് കണ്ടുമുട്ടി അങ്ങനെ ഒന്നിച്ചായതാണെന്ന് നമ്മൾ ഊഹിക്കുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് അനുഭവ സമ്പത്തുണ്ട് അവരുടെ യാത്രയിൽ. ഒരന്വേഷകൻ ഒരു ആളെ കണ്ടു. ആൾ ഗുരുവായിട്ട് അറിയപ്പെടുന്ന ഒരാളാണ്. ചെന്നു വലിയ പ്രഭാവമൊക്കെ തോന്നും, വലിയ ആദരവൊക്കെ തോന്നി, ഇയാൾ സർവജ്ഞനാണെന്നൊക്കെ തോന്നും. പക്ഷെ കുറച്ചൊന്ന് അടുത്ത് കഴിയുമ്പോൾ മനസ്സിലാവും ഇയാൾ അത്ര സർവജ്ഞനൊന്നും അല്ല എന്നുള്ളത്. അപ്പം നമ്മൾ മെല്ലെ അവിടുന്ന് മാറും. അല്ലെങ്കിൽ അത്തരം എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ അവിടുന്ന് മാറും. അയാൾ തന്നെ പറയുന്ന ശാസ്ത്രത്തിന് വിരുദ്ധമായിട്ടുള്ള ആചരണം അയാളുടെ ഭാഗത്തുണ്ടാകുമ്പോൾ നമ്മൾ അവിടുന്ന് മെല്ലെ മാറും. നമ്മുടെ തത്വത്തെയാണ് ആദരിക്കുന്നത്, വ്യക്തിയെയല്ല. വ്യക്തിയെ ആദരിച്ചാൽ പ്രശ്നമാണ്. ആ വ്യക്തി ചെയ്യുന്ന എല്ലാ തെറ്റുകളെയും നമ്മൾ ആദരിക്കേണ്ടി വരും, അഥവാ മറച്ചു വയ്ക്കേണ്ടി വരും, ഇല്ലെന്ന് സ്വയം പറയേണ്ടി വരും, ആത്മവഞ്ചന ചെയ്യേണ്ടി വരും. അതുകൊണ്ട് അന്വേഷകന്മാരായി സഞ്ചരിക്കുന്നവർക്ക് ഓരോ സ്ഥലത്തുനിന്നും ഓരോ ആചാര്യൻ്റെ അടുത്ത് പോകുമ്പോഴും അല്ലെങ്കിൽ ഓരോ ഗുരുവിൻ്റെ അടുത്ത് പോകുമ്പോഴും പുതിയ 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 അനുഭവ തലങ്ങളിലൂടെ അവർ ഉയരും. അങ്ങനെ വന്നവരായി ഇവർ 6 പേരും. അപ്പോൾ അവർ സ്വാഭാവികമായി കേട്ടിട്ടുണ്ടാവും, ഇനി നമ്മളെങ്ങോട്ടാണ് പോകേണ്ടത്, ഇന്ന സ്ഥലത്ത് പിപ്പലാദൻ എന്നൊരാളുണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാം. അത് വലിയൊരു ഗുരുനാഥനാണ് കേൾക്കണത്, വലിയ അറിവുള്ള ആളാണ് കേൾക്കണത് എന്നവർ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അങ്ങനെ അവർ പോവുക. അപ്പോൾ പോകുമ്പോൾ അവർ പറയുകയാണ്, അഥവാ ചെന്ന് പിപ്പലാദനെ അവർ ദൂരെ നിന്ന് കാണുന്നു. നമ്മളിങ്ങനെ മനസ്സിൽ കാണുക 6 പേരിങ്ങനെ പോണത്. അപ്പോൾ പിപ്പലാദൻ്റെ സ്ഥാനത്ത് അവരെത്തുന്നു, പിപ്പലാദനെ അവർ കാണുന്നു. അപ്പോൾ ദൂരെ നിന്ന് ഇവർ പരസ്പരം പറയുക, പിപ്പലാദൻ്റെ അടുത്ത് എത്തിയിട്ടില്ല, എത്തിക്കൊണ്ടിരിക്കുക. യേശഹ വൈ തത് സർവം ഭക്ഷ്യതി, ഇയാൾ നമുക്കെല്ലാം പറഞ്ഞു തരും. കാരണം അവർക്ക് ഇത്രയും സഞ്ചരിച്ചിട്ടുള്ള അനുഭവങ്ങളുണ്ട്. ഒരുപാട് ജാടകൾ അവർ കണ്ടതാണ്, ഒരുപാട് ജാടകൾ കണ്ടതാണ്. അത്തരം ഓരോ അനുഭവവും കൂടുതൽ കൂടുതൽ പക്വതയും ഒരു സാധകൻ എന്നുള്ള രൂപത്തിൽ തീക്ഷ്ണതയും അവർക്ക് നൽകിയിട്ടുണ്ട്. എന്തൊക്കെ കാണണം യാത്രയിൽ, അല്ലേ? ഓ, പലതും. ഒരിക്കൽ ഒരു സ്ഥലത്ത് കൂടെ പോവുക. അങ്ങനെ പോകുമ്പോൾ നല്ലോണം കലശലായിട്ടുള്ള വിശപ്പുണ്ട്, വിശന്നിട്ടൊരു നിവൃത്തിയില്ല. അപ്പോൾ എന്താപ്പോൾ വേണ്ടു, എന്തെങ്കിലും വഴി ഉണ്ടാവും, ഉണ്ടാവാതിരിക്കില്ലല്ലോ. അങ്ങനെ പോകുമ്പോൾ ഒരു വശത്ത് ഒരു ബ്രഹ്മചാരി, നല്ല, ചില നാട്ടിൽ പപ്പായ എന്ന് പറയും, ചില നാട്ടിൽ കർമൂസ പറയും, ചില നാട്ടിൽ കറൂത്ത എന്ന് പറയും. പല പേരുണ്ട് ആ സാധനത്തിന്. ഇതിന് പല പേര് പറഞ്ഞ സ്വാമി ഇവിടെ പപ്പായ എന്നാ പറയുക. ഒരു വസ്തുവിനെ ആ പല പേരുകൊണ്ട് വിളിക്കണമെന്ന് മനസ്സിലായിക്കോളുക, വസ്തുവിന് മാറ്റമില്ല. ഇത് പറക്കുന്നുണ്ട്, നല്ല പഴുത്തതാ. ഈ വിശപ്പുള്ളിൽ അങ്ങനെ ഉണ്ടാകുമ്പോൾ ഒന്ന് നോക്കിപ്പോവും, അതൊരാളുടെ കുറ്റമൊന്നും അല്ല. ഏതായാലും അയാൾ വിളിച്ചു അങ്ങോട്ട് ചെന്നു. അയാൾക്കെന്തോ ഇഷ്ടമായി കണ്ടോട്ടനെ. അങ്ങനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അകത്തപ്പോൾ വലിയ സ്വാമിയാരുണ്ട്, മഠാധിപതി സ്വാമിയാരുണ്ട്, ഇദ്ദേഹമുണ്ട്. മഠാധിപതിയെ നമസ്കരിച്ചു, പോയി അവിടെ ഇരുന്നു. വേഗം തന്നെ ഇവർ ചായ പലഹാരത്തിനൊക്കെ സൽക്കരിച്ചു. അങ്ങനെ ഞങ്ങൾ ആരെന്നറിയില്ല, ഒന്നും അറിയില്ല, അതോട് പരിചയവും കഴിഞ്ഞു. ചായയും പലഹാരമൊക്കെ കഴിക്കുന്നു. പ്രത്യേകിച്ച് നല്ല പഴം ധാരാളം തരുന്നുണ്ട് മുറിച്ചിട്ട്, അതങ്ങനെ കഴിക്കണമുണ്ട്. ഈ സമയത്ത് പുറമേ അത് കാറ് വന്ന് നിന്നു. ശിഷ്യൻ പുറത്തു പോയി തിരിച്ചു വന്നു. നമ്മൾ സേട്ട് വന്നിട്ടുണ്ട്, സേട്ട് വന്നതാണ്. അപ്പോൾ ഗുരുനാഥൻ പറഞ്ഞു, ധ്യാനിക്കുക എന്ന് പറഞ്ഞേക്ക്. അതെ, ഗുരുനാഥൻ പറഞ്ഞു ധ്യാനിക്കുക എന്ന് പറഞ്ഞേക്ക്. അവിടെ ശിഷ്യൻ പോയിട്ട് പറഞ്ഞു, ഗുരുനാഥൻ ധ്യാനിക്കുകയാണ്. എന്ത് ധ്യാനമാണ് ഞങ്ങൾ? അത് ധ്യാനം തന്നെയാണ്, ചായ ധ്യാനം. ധ്യാനം അല്ല എന്ന് പറയാൻ നിങ്ങൾക്ക് അധികാരമില്ല.
പപ്പായ ധ്യാനം, ബിസ്ക്കറ്റ് ധ്യാനം. ധ്യാനമല്ല എന്ന് പറയുന്നതിനൊക്കെ അധികാരമില്ല. പക്ഷേ ഇതൊരു വഞ്ചനയല്ലേ? എത്ര നേരം അയാളെ കൂടുതൽ കാത്തിരിപ്പിക്കുന്നുവോ അത്രയും നേരം കൂടുതൽ ഗുരുനാഥൻ ധ്യാനിച്ചു എന്ന് വരുന്നു. എത്ര കൂടുതൽ ഗുരുനാഥൻ ധ്യാനിക്കുന്നു അത്രയും ഗുരുനാഥൻ്റെ മഹത്വം കൂടുന്നു. എത്ര ഗുരുനാഥൻ്റെ മഹത്വം കൂടുന്നു അത്രയും ദക്ഷിണയുടെ അളവ് കൂടുന്നു. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ എക്കണോമിക്സാണ്, വേറൊന്നുമില്ല. വളരെ ലളിതമാണ്. ഇങ്ങനെ എന്തെല്ലാം ജാടകൾ കാണണം. ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ശിഷ്യന്മാർ, ഗുരു അങ്ങനെ ചെയ്തു, ഗുരു ഇങ്ങനെ ചെയ്തു. നിങ്ങൾ വിചാരിക്കുന്ന ആളൊന്നല്ലാട്ടോ എൻ്റെ ഗുരു. ഭയങ്കരനാ. ഈ ജാതി പ്രചരണങ്ങളുടെ ഒരു മായാലോകത്തിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെട്ട് പോരാൻ പണിയാ. ചിലപ്പോൾ പോന്നാൽ തല്ലിന്നും വരും, കൊന്നൊന്നും വരും. ഇത്തരം ഒരുപാട് അനുഭവങ്ങൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. ഓരോ അനുഭവവും നമുക്കൊരു പാഠത്തെ തരുന്നുണ്ട്. നമ്മുടെ ഏറ്റവും വലിയ ഗുരുനാഥൻ ജീവിതമാണ്, അനുഭവമാണ്, വേറെ ആരുമല്ല. ഓരോ അനുഭവത്തിൽ നിന്നും പാഠം ഉൾക്കൊള്ളുമ്പോൾ നമ്മൾ കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തുന്നു. അപ്പോൾ ഈ അനുഭവ സമ്പത്തോടുകൂടിയാണ് ഇവരുള്ളത്. അതുകൊണ്ട് അവർ പിപ്പലാദ മഹർഷിയെ കണ്ട മാത്രമല്ല ഇവർക്ക് മനസ്സിലായി, യേശഹ വൈ തത്സർവം വക്ഷ്യതി, ഇയാൾ നമുക്കെല്ലാം പറഞ്ഞു തരും. സർവം വക്ഷ്യതി, എല്ലാം പറഞ്ഞു തരും, ഒന്നും പറയാണ്ടിരിക്കില്ല നിശ്ചയമായും എന്നവർ നിശ്ചയിച്ചിട്ട് അവരെന്ത് ചെയ്തു? അവർ സമിത്പാണയ, സമിധാഭാരം ഏന്തിക്കൊണ്ട് ഗുരുനാഥനെ കാണാൻ പോകുമ്പോൾ കയ്യിൽ എന്തെങ്കിലും കൊണ്ടുപോകണം. രിക്തപാണിഹിന ഗച്ഛയുഹു ഗുരും രാജാനം ശിശും. കൊച്ചു കുട്ടിയുടെ അടുത്ത് പോകുമ്പോൾ, ഗുരുനാഥൻ്റെ അടുത്ത് പോകുമ്പോൾ, രാജാവിൻ്റെ അടുത്ത് പോകുമ്പോൾ വെറും കൈയോടുകൂടി പോകാൻ പാടില്ല. ഒരു കൊച്ചു കുട്ടീൻ്റെ അടുത്ത് പോകാൻ വെച്ചാൽ എന്തെങ്കിലും ഒന്ന് കൊടുക്കണം, ഒരു പഴം എന്തെങ്കിലും ഒന്ന് കുട്ടിക്ക് കൊടുക്കണം, കൊടുത്തിരിക്കണം, നിർബന്ധം. അതുപോലെ രാജാവിൻ്റെ അടുത്ത് വെറും കൈയോടുകൂടി പോയാൽ വിവരം അറിയും. അതുപോലെ ഗുരുനാഥന്മാരുടെ അടുത്ത് പോകുമ്പോൾ എന്തെങ്കിലും ഒന്ന് കൊണ്ടുപോകും. അപ്പം ഇവിടെ സമിത്പാണിയാണ്, സമിധയാണ്. ഹോമദ്രവ്യങ്ങളാണ്. അഗ്നിയിൽ അർപ്പിക്കപ്പെടുന്നതിലൂടെ യാതൊന്ന് സ്വയം ഭസ്മീകൃതമാകുന്നുവോ, യാതൊന്ന് ഹോമിക്കപ്പെടുമ്പോൾ ഭസ്മമായി തീരുന്നു, അതാണ് സമിധ. ഇതുമായിട്ടാണ് പോണത്. അതിന് താത്വികമായ ഒരു വശം എന്താണെന്ന് ചിന്തിക്കുക, മനസ്സിലാവും. ഇങ്ങനെ തൻ്റെ അഹങ്കാരവും സകല ചിത്തദോഷങ്ങളും ആ ഗുരുപാദത്തിൽ ഭസ്മമായി തീരേണ്ടതാണ്. ഈ ഭാവനയോടുകൂടി സമിത്പാണയ ഭഗവന്തം വിപലാദം, ഭഗവാൻ വിപലാദനെ, ഭഗവാൻ സർവജ്ഞൻ, ഉത്പത്തിം പ്രളയം ചൈവ ഭൂതാനാം ആഗതിം ഗതിം വേത്തി വിദ്യാം അവിദ്യാം ച സ വാച്യോ ഭഗവാനിതി. ഉത്പത്തിയെക്കുറിച്ചും പ്രളയത്തെക്കുറിച്ചും ഭൂതങ്ങളുടെ വരവിനെക്കുറിച്ചും വിസ്തരണത്തെക്കുറിച്ചും വിദ്യയെക്കുറിച്ചും അവിദ്യയെക്കുറിച്ചും ഈ 6 തത്വങ്ങളെ ആർക്കറിയാമോ അയാളെ ഭഗവാൻ എന്ന് വിളിച്ചോളണം. അയാൾക്ക് വേറെ എന്താ വിളിക്കേണ്ടത്? അയാളെ ഭഗവാൻ എന്ന് വിളിച്ചോളൂ. സ വാച്യോ ഭഗവാനിതി, അയാൾ ഭഗവാൻ എന്ന് പറയപ്പെടണമെന്നാണ്. അപ്പം ഇങ്ങനെയുള്ള ഭഗവാൻ പിപ്പലാദനെ, പിപ്പലാദ മഹർഷിയെ ഉപസന്നന്മാരായി ശിഷ്യഭാവത്തിൽ ഗുരുവെ പ്രാപിച്ചു. അവിടെ അടുത്തു ചെന്നു, നമസ്കരിച്ചു, സമിധ വെച്ചു. തങ്ങളുടെ ആ ഒരു വിനയഭാവത്തോടു കൂടി അവിടെ നിലകൊണ്ടു എന്നർത്ഥം. എന്താണ് ഗുരുപസദനത്തിനുള്ള വിധി? അപ്രകാരം ഈ 6 പേരും പിപ്പലാദനെ പ്രാപിച്ചു. ആ പിപ്പലാദനെ അവരെ ഒന്ന് നോക്കി. പിപ്പലാദനും അറിയാലോ, പിപ്പലാദനും ഇങ്ങനെയൊക്കെ സഞ്ചരിച്ചൊക്കെ അനുഭവങ്ങളും പലരും പിപ്പലാദനെ സമീപിച്ച് കണ്ടു പരിചയങ്ങളും ഒക്കെ പിപ്പലാദനും ഉണ്ട്. ഗുരുനാഥനാണ്. അപ്പോൾ ഇവരാരാണ്, ഇവരെന്തിന് വന്നതാണ് ഒറ്റ നോട്ടത്തിന് മനസ്സിലായി. അതുകൊണ്ട് നിശ്ചയിച്ചു, ഇവർ ചോദ്യം ചോദിക്കാൻ വന്നതാണ്, ഇവരെ കൊണ്ട് ചോദിക്കാൻ അനുവദിക്കരുത് നിശ്ചയിച്ചു.
എന്നിട്ട് എന്താ ചെയ്തേ? താൻ ഹസ ഋഷിരുവാച ഭൂയ ഏവ തപസാ ബ്രഹ്മചര്യേണ ശ്രദ്ധയാ സംവത്സരം സംവത്സ്യഥ. യഥാ കാമം പ്രശ്നാൻ പൃച്ഛത യദി വിജ്ഞാസ്യാമഃ സർവം ഹവോ വക്ഷ്യാമ ഇതി. താൻ ഹസ ഋഷിരുവാച ഭൂയ ഏവ തപസാ ബ്രഹ്മചര്യേണ ശ്രദ്ധയാ സംവത്സരം സംവത്സ്യഥ യഥാ കാമം പ്രശ്നാൻ പൃച്ഛത യദി വിജ്ഞാസ്യാമഃ സർവം ഹവോ വക്ഷ്യാമ ഇതി. താൻ അവരോട്, ആ 6 പേരോടുമായിട്ട്, അപ്പം എല്ലാവരോടും ഒന്നിച്ച താൻ അവരോട്, സഹ അവൻ, ഋഷി ആ ഋഷി, ആ ഋഷി പിപ്പലാദ മഹർഷി, ഉവാച പറഞ്ഞു പോൽ. 6 പേരോടുമായി പിപ്പലാദ മഹർഷി പറഞ്ഞു പോൽ. എന്താ പറഞ്ഞത്? ഭൂയ ഏവ വീണ്ടും തന്നെ, വളരെ ശ്രദ്ധിക്കേണ്ട പദങ്ങളാണ്. ഭൂയ ഏവ വീണ്ടും തന്നെ, തപസാ തപസ്സോടുകൂടെ, ബ്രഹ്മചര്യേണ ബ്രഹ്മചര്യത്തോടുകൂടെ, ശ്രദ്ധയാ ശ്രദ്ധയോടുകൂടെ, സംവത്സരം സംവത്സ്യഥ ഒരു വർഷക്കാലം താമസിക്കൂ, സംവാസം ചെയ്യൂ. ഇവിടെ വളരെ ശ്രദ്ധാപൂർവം പറഞ്ഞൊരു വാക്യമുണ്ട്, ഒരു പദമുണ്ട്, ഭൂയ ഏവ വീണ്ടും തന്നെ. നിങ്ങൾ വലിയ തപസ്വികളാണ്, ബ്രഹ്മചാരിമാരാണ്, ശ്രദ്ധയുള്ളവരാണെന്ന് എനിക്കറിയാം. കണ്ടപ്പോൾ മനസ്സിലായി. ഒരു വിപരീതാർത്ഥത്തിലല്ല പറഞ്ഞത്, നല്ല അർത്ഥത്തിൽ തന്നെയാണ്. കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. എന്ത്? നിങ്ങൾ ബ്രഹ്മചാരിയാണ്, ബ്രഹ്മചാരിമാരാണ് 6 പേരും എന്ന് മനസ്സിലായി. ബ്രഹ്മചാരിയുടെ ലിംഗങ്ങളുണ്ട്, അതുകൊണ്ടാണ്. ഒരാളെ കണ്ടാൽ മനസ്സിലാവുന്ന ലിംഗങ്ങൾ നമുക്ക് ധർമ്മവ്യവസ്ഥയിലുണ്ട്. ഇപ്പോൾ കാഷായം എടുത്തു, മുണ്ടനം ചെയ്തു, അപ്പോൾ മനസ്സിലാവും അയാൾ സന്യാസിയാണ്. കാഷായം എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് മാത്രം സന്യാസിയാണെന്ന് മനസ്സിലാവില്ല. ശിഖ ഉണ്ടെങ്കിൽ ബ്രഹ്മചാരിയാണെന്ന് മനസ്സിലായിക്കൊള്ളണം. കാഷായം എടുത്ത് ശിഖയുള്ള ആളാണെങ്കിൽ മനസ്സിലായിക്കൊള്ളാൽ ബ്രഹ്മചാരിയാണ്. കാഷായം എല്ലാവർക്കും പറഞ്ഞിട്ടുണ്ട്, നൈഷ്ഠിക ബ്രഹ്മചാരിമാർക്കൊക്കെ കാഷായം ഉടുക്കാം. ഇപ്പോൾ കാഷായം മാത്രമല്ല സന്യാസിയുടെ ലക്ഷണം, മുണ്ടനമാണ് സന്യാസിയുടെ പ്രധാന ലക്ഷണം. അപ്പോൾ ശിഖയുണ്ട്. മാത്രമല്ല ബ്രഹ്മചാരിക്ക് ഉചിതമായ വേഷവിധാനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ബ്രഹ്മചാരിമാരാണ് നിങ്ങൾ, സമ്മതിച്ചു. മാത്രമല്ല നിങ്ങളുടെ മുഖം കണ്ടാലും ബ്രഹ്മചര്യം ഉള്ളവരെ കണ്ടാൽ അറിയണവർക്ക് അറിയും. ആർക്ക് അറിയുമെന്ന് വെച്ചാൽ അറിയുന്നവർക്ക് അറിയും. ഇയാൾ ബ്രഹ്മചാരിയാണോ അല്ലയോ എന്നുള്ളത് അറിയുന്നവർക്കറിയും. അത് എങ്ങനെയാന്ന് വെച്ചാൽ അതങ്ങനെയാണ്, അത്രയേ ഉള്ളൂ. അതിനിപ്പോൾ അല്ലാണ്ടിപ്പോൾ അതിന് വേറൊന്നും പറയാൻ വയ്യ. അതിന് ബാഹ്യമായിരിക്കുന്നൊന്നുകൊണ്ടൊന്നും സാധ്യമല്ല. അപ്പോൾ ഏതായാലും ബ്രഹ്മചാരിയാണ് നിങ്ങൾ, ബ്രഹ്മചാരിമാരാണ്. പിന്നെ തപസ്വികളാണ് നിങ്ങൾ, അതും മനസ്സിലായി. നിങ്ങൾക്ക് തപസ്സുണ്ട്, തപസ് അനുഷ്ഠിക്കുന്നവരാണ് നിങ്ങൾ, അതും കണ്ടപ്പോൾ മനസ്സിലായി. തപസ്വികളാണെന്ന് മനസ്സിലായി. പിന്നെ ശ്രദ്ധ ഉണ്ടെന്നും മനസ്സിലായി, ശ്രദ്ധാലുക്കളാണ്. പക്ഷേ പോരാ. അതുകൊണ്ടാണല്ലോ വീണ്ടും തന്നെ എന്ന് പറഞ്ഞത്. ഇപ്പം നിങ്ങൾക്ക് ബ്രഹ്മചര്യവും ശ്രദ്ധയും തപസ്സും ഉണ്ടെങ്കിലും പോരാ. പിന്നെന്ത് വേണം? എൻ്റെ കൂടെ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം, എൻ്റെ കൂടെ 1 കൊല്ലം താമസിച്ചോളണം. അല്ലാണ്ട് എവിടെയെങ്കിലും താമസിച്ചിട്ട് കാര്യമല്ല, എൻ്റെ കൂടെ താമസിക്കണം 1 കൊല്ലം. എങ്ങനെ താമസിക്കണം? തപസ്സോടുകൂടെ. അപ്പോൾ ആ താമസിക്കുന്ന സമയത്ത് തപസ്സിന് ഭംഗം വന്നാൽ അപ്പോൾ ഗുരുനാഥൻ പറയും, എടേ നിനക്ക് തപസ്സിന് ഭംഗം വന്നിട്ടുണ്ട്, അതുകൊണ്ട് നീ പോയിട്ട് സ്ഥലം വിട്ടോളൂ, അല്ലെങ്കിൽ 1 കൊല്ലം കൂടി തപസ് ചെയ്തോളൂ പറയും. അങ്ങനെയാണല്ലോ. തപസ്സിന് ഭംഗം വരരുത്. ഗുരുനാഥൻ്റെ കൂടെ താമസിക്കുക പറഞ്ഞാൽ തപസ് തന്നെയാണ്, അത് എളുപ്പമല്ല. ഗുരുനാഥൻ്റെ കൂടെ നടക്കുമ്പോൾ പിന്നിലെ കാല് വരും, മുന്നിൽ കാല് വരില്ല. ഗുരുനാഥൻ തൻ്റെ വലതുഭാഗത്തേ ഉണ്ടാവുള്ളൂ, ഇടതുഭാഗത്ത് ഉണ്ടാവില്ല.
ഇരിക്കാൻ പറഞ്ഞാൽ അപ്പം ഇരിക്കും, അപ്പം ബഹുമാനമായിട്ട് നിൽക്കില്ല, അത് നിന്ദയാണ്. ഇരിക്കാൻ പറഞ്ഞാൽ അപ്പം ഇരിക്കും. ഗുരുനാഥൻ ഇരുന്നിട്ടേ താനിരിക്കോ. ഗുരുനാഥൻ ഉണരുന്നതിന് മുമ്പ്, ഇപ്പോൾ ഉണരുന്നതിന് മുമ്പ് നമുക്ക് പറയാൻ വയ്യ, പക്ഷെ ഗുരുനാഥൻ എഴുന്നേൽക്കുന്നതിന് മുമ്പ് എഴുന്നേൽക്കാമെന്ന് പറയാം. ഉണരുന്നതിന് മുമ്പ് നമുക്ക് പറയാൻ പറ്റില്ല. ഇനിയുണ്ട് ഗുരുനാഥൻ ഉറങ്ങിയിട്ടേ, അതിപ്പോൾ ഗുരുനാഥൻ ഉറങ്ങിയോന്നറിയാം, അപ്പോൾ ഗുരുനാഥൻ കിടന്നിട്ടേ ഉറങ്ങുള്ളൂ. ഇങ്ങനെയൊക്കെ ചിട്ടകളുണ്ട്. എളുപ്പമല്ല ഗുരുനാഥൻ്റെ കൂടെ താമസിക്കുക പറഞ്ഞാൽ. ചോദിച്ചാൽ മറുപടി പറയുന്നു, ചോദിക്കാണ്ട് പറയുന്നില്ല. ചോദിച്ചാൽ നിശ്ചയമായും പറയുന്നു, അറിയാത്താൻ വെച്ചാൽ അറിയില്ല എന്ന് പറയുന്നു. ചോദിക്കാണ്ട് ഗുരുനാഥൻ്റെ മുമ്പ് അങ്ങോട്ട് കയറി പ്രസംഗിക്കാൻ നിൽക്കുന്നില്ല. ഇങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പണ്ടൊരിക്കലൊരാൾ പറഞ്ഞിട്ടുണ്ട്, ആശ്രമത്തിൽ ചെന്നു അന്തേവാസിയാവാൻ വേണ്ടിയിട്ട്. ഗുരുനാഥൻ പറഞ്ഞു, ഇങ്ങനെയൊക്കെ ചിട്ടുണ്ട് ഇവിടെ. ഞാൻ ഉണരുന്നതിന് മുമ്പ് നീ ഉണർന്നോളണം. ഞാൻ കുളിക്കാൻ പോകുമ്പോഴത്തേക്ക് വെള്ളമൊക്കെ തയ്യാറാക്കി വെക്കണം. പാഠെടുക്കാൻ ഞാൻ വരുന്നതിന് മുമ്പ് ഒക്കെ തയ്യാറാക്കി ശുദ്ധമായി പുസ്തകമായിട്ട് ഇരുന്നോളണം. ഞാൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടേ കഴിക്കാൻ പാടുള്ളൂ. ഇങ്ങനെ ഒരുപാട് ചിട്ട പറയുമ്പോൾ ശിഷ്യൻ പറഞ്ഞു, ആരെങ്കിലും ഒരാൾ ഗുരുവായ പോരെ, ഞാനാവാം ഗുരു. അതെ, ഇത് അത്രയല്ലേ ഉള്ളൂ. അല്ലാണ്ട് എന്താ, ഒരാൾ ആശ്രമിച്ച ഒരാൾ ഗുരു വേണം, അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ നിങ്ങളാണോ ഞാനാവണമെന്നൊന്നുമില്ലല്ലോ. തമാശയാന്ന് തോന്നും, തമാശയല്ല, എളുപ്പമല്ല എന്നർത്ഥം. അപ്പോൾ ഗുരുനാഥൻ്റെ കൂടെ ഒരു വർഷം താമസിക്കുക പറഞ്ഞാൽ അത് എളുപ്പമല്ല. അപ്പോൾ തപസ് മുടങ്ങാണ്ട് വേണം. ബ്രഹ്മചര്യം പാലിക്കണം. ഇന്ദ്രിയ സംയമം അഥവാ വേദപഠനം. ഇവിടെ വേദപഠനം എന്നർത്ഥം ഇവിടെ എടുക്കേണ്ട ആവശ്യമില്ല, കാരണം അവർ വേദനിഷ്ഠന്മാരാണ്, മാത്രമല്ല ജിജ്ഞാസുക്കളായിട്ട് വന്നവരാണ്. അതുകൊണ്ട് ബ്രഹ്മചര്യത്തിന് വേദപഠനം എന്നർത്ഥമുണ്ടെങ്കിലും ഇവിടെ എടുക്കേണ്ട ആവശ്യമില്ല. സ്വാധ്യായം എന്നർത്ഥം, നിത്യവേദ സ്വാധ്യായം, നിത്യം വേദസ്വാധ്യായം ചെയ്തുകൊണ്ടിരിക്കണം. ഇന്ദ്രിയ സംയമം ചെയ്യണം. പ്രത്യേകിച്ചും സ്ത്രീ പുരുഷാദി ദ്വന്ദ്വവൃത്തികളിൽ വ്യാപരിക്കരുത്. സർവകരണങ്ങളെയും അടക്കി കഴിയണം എന്നൊക്കെ പറയാം. അപ്പം അതിനും ഭംഗം വന്നാൽ ഗുരു പറയും, എടേ ബ്രഹ്മചര്യത്തിന് ഭംഗം വന്നിട്ടുണ്ട്, അതുകൊണ്ട് 1 കൊല്ലം നീട്ടി. ഇല്ല എന്നാ സ്ഥലം വിട്ടോ, ഇത്രയേ ഉള്ളൂ, 2 ഉള്ളൂ അവിടെ, 3 ഇല്ല. 3 ശ്രദ്ധ എന്ന് പറഞ്ഞാൽ ആസ്തിക്യ ബുദ്ധിയാണ്. ശാസ്ത്രസ്യ ഗുരുവാക്യസ്യ സത്യബുദ്ധ്യാവധാരണം, അതാണ് ശ്രദ്ധ. അപ്പോൾ ശ്രദ്ധായുക്തമായി താമസിക്കണം. ഈ 3 സാധനകളോടുകൂടി, ഏതൊക്കെയാണ്? തപസ്, ബ്രഹ്മചര്യം, ശ്രദ്ധ. ഇവയോടുകൂടെ സംവത്സരം സംവത്സ്യഥ, 1 വർഷക്കാലം നിങ്ങൾ താമസിക്കൂ. ബഹുവചനമാണ്, 6 പേരുള്ളത് കൊണ്ടാണ് ബഹുവചനം. നിങ്ങൾ താമസിക്കൂ. അത് കഴിഞ്ഞിട്ട്, അതിന് മുമ്പില്ല, അതിന് മുമ്പ് ഒരൊറ്റ ചോദ്യം ചോദിക്കാൻ പാടില്ല. അത് കഴിഞ്ഞിട്ട് യഥാകാമം പ്രശ്നാൻ പൃച്ഛത, ഇഷ്ടമുള്ളത് ചോദിച്ചോളൂ. യഥാകാമം, ഓരോരുത്തർക്കും എന്താണോ കാമം അതൊക്കെ ചോദിച്ചോളൂ. ഈ 1 കൊല്ലത്തെ താമസം കൊണ്ട് അവർ സംസ്കൃതരായി തീരും. അപ്പം അതിനനുസരിച്ച് ചോദിക്കൂ. അത് ഗുരുനാഥൻ അറിയാം. എങ്കിലും പറയുന്നു, യഥാകാമം ഇഷ്ടമുള്ളത് ചോദിച്ചോളൂ. ഇന്നതേ ചോദിക്കാവുന്നില്ല. ഇനി ഇവിടെ നമ്മൾ പഠിക്കാൻ പോണ ചോദ്യത്തിൻ്റെ ക്രമം കണ്ട ഈ യഥാകാമം എന്നുള്ളതിൻ്റെ അർത്ഥവ്യാപ്തി മനസ്സിലാവും. ഒന്നാമത്തെ ആളിനെ ചോദിക്കണത് ഈ ജനങ്ങളൊക്കെ എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്നാണ്. വേണമെങ്കിൽ പലതിലേക്ക് പോയി മറുപടി പറയാവുന്നതാണ്. ശരീരശാസ്ത്രത്തിലേക്ക് പോവാം, കാമശാസ്ത്രത്തിലേക്ക് പോവാം, ഒക്കെ പോകാവുന്ന ചോദ്യമാണ്. എന്തും ചോദിക്കാൻ അധികാരം ഗുരുവിനോടല്ലാണ്ട് എല്ലാം ആരോടാ ചോദിക്കുക? എന്തും ചോദിക്കാൻ നമുക്ക് ഗുരുനാഥനോടല്ലേ പറ്റൂ. അവിടെ ഒരു മറവിൻ്റെ ആവശ്യമില്ലല്ലോ. ബാക്കി എല്ലാവരോടും എന്തും ചോദിക്കാൻ പറ്റുമോ? അവിടെ ചിലത് നമ്മൾ സെൻസർ ചെയ്യേണ്ടി വരും, ചിലത് ബ്രേക്കൊക്കെ ഇടേണ്ടി വരും, മുറിക്കേണ്ടി വരും. എന്നിട്ടൊക്കെ നമുക്ക് പലരോടും ചോദിക്കാൻ പറ്റും. പക്ഷേ ഗുരുനാഥനോട് എന്തും ചോദിക്കാം, എന്തും ചോദിക്കാം. അതുകൊണ്ട് യഥാകാമം പ്രശ്നാൻ പൃച്ഛത, ഇഷ്ടമുള്ളത് എന്താണോ, യോ യസ്യ കാമഹ തം അനതിക്രമ്യ, ഒരാളുടെ കാമം എന്താണോ അതിനതിക്രമിക്കാതെ അതിനനുസരിച്ച് എന്ത് വേണമെങ്കിൽ ചോദിച്ചോളൂ. പൃച്ഛത ഒക്കെ ബഹുവചനമാണ്, 6 പേരുള്ളത് കൊണ്ടാണ്. യതി വിജ്ഞാസ്യാമഹ, നമുക്കറിയുമെങ്കിൽ, നോക്കണേ, സർവജ്ഞനാണ്.
സർവജ്ഞനാണെന്ന് ഒടുവിൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം ഇതിനപ്പുറത്തേക്ക് ഇനിയൊന്നും ഇല്ല എന്ന് പറയാൻ കഴിയുന്നവൻ സർവജ്ഞനാണ്. അവസാനം അങ്ങനെ പറയുന്നുണ്ട്, ഇതിനപ്പുറത്ത് ഇനിയൊന്നും അറിയാൻ ബാക്കിയില്ല. അപ്പോൾ ഗുരുനാഥൻ സർവജ്ഞനാണ്. പക്ഷേ ഗുരുനാഥൻ പറയുന്നത് എന്താണ്? അറിയുന്നതാണെങ്കിൽ യതി വിജ്ഞാസ്യാമഹ, അതാണ് അനൗദ്ധത്യ പ്രദർശനമാണത്. എന്തിനാണത്? ഗുരുനാഥൻ ഔദ്ധത്യമില്ലായ്മ കാണിക്കുന്നത് ശിഷ്യന് മാതൃകയാണ്. ഇത്രയും ജ്ഞാനിയായിരിക്കുന്ന ഗുരുവിനും ഔദ്ധത്യമില്ലല്ലോ, അപ്പം ഞാനും എത്ര വിനയത്തോടു കൂടി ലോകത്തിൽ ജീവിക്കണമെന്നൊരു സന്ദേശം ഗുരു ശിഷ്യന് നൽകുന്നുണ്ട്. ഒരിക്കലൊരു ആശ്രമത്തിൽ ഒരു പരിപാടി നടക്കുകയാണ്. അപ്പോൾ ഒരു പ്രസംഗിക്കാൻ ആൾ വന്നു. പ്രസംഗം കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ ചോദിക്കാം, എന്ത് ചോദിച്ചാലും മറുപടിയുണ്ട്, നിങ്ങൾക്ക് എന്നെ ഉത്തരം മുട്ടിക്കാനൊന്നും കഴിയില്ല. ഉടനെ ഒരാൾ മുന്നോട്ട് വന്ന് ചോദിച്ചു, എനിക്കൊരു സംശയമുണ്ട്. എന്ത് വേണമെങ്കിൽ ചോദിച്ചോളൂ, എല്ലാത്തിനും ഉത്തരമുണ്ടെന്ന് പറഞ്ഞില്ലേ, നിങ്ങൾ എന്നാണ് മരിക്കുക? ഇത് കഥയിലുണ്ടായ സംഭവമാണ്. യാൾക്ക് ദേഷ്യമായി. അവൾ പറഞ്ഞു, ഇങ്ങനത്തെ ചില അഹങ്കാരികളുണ്ട്, ഒരു ഗുരുനാഥനോട് എന്താ ചോദിക്കേണ്ടതെന്ന് അറിയില്ല, ഇങ്ങനത്തെ അഹങ്കാരികളാണ് നമ്മുടെ ആശ്രമത്തിൽ വരുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇയാൾ കയർത്തു. സത്യത്തിൽ ആരെടുത്താ തെറ്റ്? എന്തും ചോദിക്കുക, എന്ത് ചോദിച്ചാലും മറുപടി ഉണ്ടെന്ന് പറഞ്ഞാൽ ശരിയാവുമോ? ഒരിക്കലും ശരിയാവില്ല. അനൗദ്ധത്യ പ്രദർശനാർത്ഥം, ഔദ്ധത്യമില്ലായ്മയെ കാണിക്കാൻ പറയുന്നു. വിജ്ഞാസ്യാമഹ യതി, നാം അറിയുന്നതാണെങ്കിൽ, നമുക്കറിയാൻ സാധിക്കുന്നതാണെങ്കിൽ, സർവം ഹവോ വക്ഷ്യാമ. അവിടെ വലിയൊരു ശബ്ദമുണ്ട്, സർവം, എല്ലാം പറഞ്ഞു തരും നിങ്ങളോട്. എന്നുവെച്ചാൽ ഒരു ഭാഗവും ഞാൻ ബാക്കി വയ്ക്കില്ല. എനിക്ക് അറിയുന്നത് മുഴുവൻ നിങ്ങൾ ചോദിക്കുന്ന വിഷയത്തിൽ ഞാൻ പറഞ്ഞു തരും. സർവം ഹവോ വക്ഷ്യാമ ഇതി എന്ന്. അപ്പം ഇനി ചോദിക്കണമെങ്കിൽ എന്ത് വേണം? ഒരു വർഷം തപസ്സും ബ്രഹ്മചര്യവും ശ്രദ്ധയും, എന്നിട്ടേ ചോദിക്കാൻ പറ്റൂ. അതാണ്. അപ്പോൾ നമുക്കൊരു വർഷം ഒരു ദിവസമായി ചുരുക്കുക, എന്നിട്ട് നാളെ തുടരാം. അതാണ്. ഏഴാം തീയതി ദൈവഗണങ്ങളെയും 11-ാം തീയതി ദ്രവ്യ ഊർജങ്ങളെയും പ്രശ്നോത്തരിയിൽ ചർച്ച ചെയ്തു. ഉണ്ടായോ? അറിയില്ല. ഉണ്ടാവാം, എന്താണെന്നറിയില്ല. ദൈവഗണം എന്നൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല കേട്ടോ. പറഞ്ഞിട്ടുണ്ടാവില്ല, നമ്മളെ വായിന്ന് വരില്ല ഒന്നും. ദൈവഗണം എന്ന് പറഞ്ഞപ്പോൾ എന്തെന്ന് ഗണമാണത്? ദൈവഗണം അല്ലാത്ത വല്ല ഗണമുണ്ടോ? അങ്ങനെയൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. എന്നാൽ അതിൻ്റെ അടുത്തു കൂടെയൊക്കെ പോയിട്ടുണ്ടാവും. ഇല്ല, പറയില്ല. ഈ പ്രപഞ്ചത്തിലെ ഗോളങ്ങൾ അടക്കമുള്ള ജീവജാലങ്ങൾക്ക് ചലനമേകുന്നൊരു ദിവ്യ ചൈതന്യം ഉണ്ടെന്ന് പറയാതെ വയ്യ. തീർച്ചയായിട്ടും അസ്തിയേവ യശ്ചിത് അപാര ശക്തി യസ്യേച്ഛയാ വർത്തതയേവ വിശ്വം. ഒരു ശക്തി ഉണ്ട് തന്നെ, അസ്തിയേവ ഉണ്ട് തന്നെ, യശ്ചിത് എന്തോന്ന്, എന്താന്ന് പറയാൻ വയ്യ. അപാര ശക്തി, അത് അപാരമായ ശക്തിയാണ്. യസ്യേച്ഛയാ വർത്തതയേവ വിശ്വം. യാതൊന്നിൻ്റെ ഇച്ഛാവിശേഷം കൊണ്ടാണോ ഈ വിശ്വം പ്രചരിക്കുന്നത്? അങ്ങനെയൊന്നുണ്ട് തന്നെ. നമ്മുടെ ശാസ്ത്രങ്ങളും ഈ ആന്തരിക ശക്തിയിലേക്കാണ് നയിക്കുന്നത്. തീർച്ചയായിട്ടും മാക്സ് പ്ലാങ്ക് എന്ന മഹാനായ ശാസ്ത്രജ്ഞൻ ദ്രവ്യം എന്നൊന്നില്ല എന്ന് പറഞ്ഞത് ശരിയാണ്. പക്ഷേ അത് അവിടെ അവസാനിക്കുന്നില്ല. 1918 അദ്ദേഹം നോബൽ സമ്മാനം വാങ്ങി. ഓസ്ലോയിൽ ചെയ്ത പ്രസംഗത്തിൽ പറയുന്ന പ്രസക്ത ഭാഗങ്ങൾ, there is no matter as such. All matters originate and exist because of a force which brings the particle of an atom to vibration. We must assume behind this force the existence of a conscious and intelligent mind. This mind is the matrix of all matters. ഈ പ്രഖ്യാപനവും വിരൽ ചൂണ്ടുന്നത് അനേകായിരം കൊല്ലങ്ങൾ മുമ്പ് വെളിപ്പെടുത്തിയ ഭാരതീയ ശാസ്ത്ര നിഗമനങ്ങളിലേക്കല്ലേ? തീർച്ചയായിട്ടും. ഇവിടെ ഈ വിഷയം, ഇതേ പ്രശ്നം ഒരു 2 ദിവസം കൂടി കഴിഞ്ഞിട്ടാണെങ്കിൽ നല്ലതായിരുന്നു. കാരണം
പ്രശ്നോപനിഷത്തിൽ ഒന്നാമത്തെ പ്രശ്നത്തിന് സമാധാനം പറയുന്ന സമയത്ത് രയി പ്രാണൻ എന്ന് രണ്ടായി പിരിച്ച് ഇവ രണ്ടും ഒരേ സത്യത്തിൻ്റെ രണ്ട് ആപേക്ഷിക വകഭേദങ്ങളാണെന്ന് പറയുന്നുണ്ട്. രയി അവിടെ ദ്രവ്യവും പ്രാണൻ ഊർജവുമാണ്. ഇവ ആപേക്ഷികങ്ങളാണെന്നും ഇവ ഒന്നിൻ്റെ ആപേക്ഷിക തലങ്ങളാണെന്നും പറയുന്നുണ്ട്. അതൊക്കെ എത്രായിരം കൊല്ലങ്ങൾക്ക് മുമ്പാണെന്ന് ആർക്കാ കണക്കാക്കാൻ പറ്റുക? പ്രശ്നോപനിഷത്ത് ഏത് കാലത്തിലാണെന്ന് ആർക്ക് കണക്കാക്കാൻ പറ്റും? എത്രയോ ആയിരക്കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പെന്ന് പറയാം. അത്രേ പറഞ്ഞോളൂ. ഒന്നിലധികം പ്രശ്നമുള്ളത് കൊണ്ട് അത് മാറ്റി ബാക്കിലോട്ട് വയ്ക്കുന്നു. ഈശ്വരകൃപ ആത്മജ്ഞാനത്തിന് അനിവാര്യമാണെന്ന് കേൾക്കാറുണ്ട്. വിശദമാക്കിയാൽ ഉപകാരം. ഈശ്വരകൃപ, ഗുരുകൃപ, ആത്മകൃപ ഇതൊക്കെ മുഖ്യമാണ്. ഇതൊക്കെ ഒന്ന് തന്നെയാണ്. ഈശ്വരൻ തന്നെ ഗുരു, ഗുരു തന്നെ ഈശ്വരൻ. ആ ഈശ്വരൻ തന്നെയാണ് ആത്മരൂപേണ തന്നിൽ തന്നെ നയിക്കുന്നത്. അതുകൊണ്ടാണ് ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദ വിഭാഗിനെ വ്യോമവത് വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ എന്ന് സുരേശ്വരാചാര്യസ്വാമികൾ നമുക്ക് പറഞ്ഞു തന്നത്. ഈശ്വരോ ഗുരുരാത്മേതി, അവിടെ മൂന്നല്ല. ഈശ്വരൻ, ഗുരു, സ്വാത്മ. ഇത് മൂർത്തിഭേദ വിഭാഗിനെ എന്ന മൂർത്തിഭേദത്തെ പ്രാപിച്ചിരിക്കുന്നവനായിക്കൊണ്ട് വ്യോമവത് വ്യാപ്തദേഹായ ആകാശം പോലെ വ്യാപിച്ച ദേഹത്തോടു കൂടിയവനായ ദക്ഷിണാമൂർത്തയേ നമഃ, ദക്ഷിണാമൂർത്തിക്ക് നമസ്കാരം. ആദിഗുരു ദക്ഷിണാമൂർത്തി. അപ്പോൾ ആദിഗുരുവായ ദക്ഷിണാമൂർത്തി തന്നെയാണ് ഗുരു, ആദിഗുരുവായ ദക്ഷിണാമൂർത്തി തന്നെയാണ് ഈശ്വരൻ, ആദിഗുരുവായ ദക്ഷിണാമൂർത്തി തന്നെയാണ് സ്വാത്മാവ്. അപ്പോൾ ഈശ്വരകൃപ, ഗുരുകൃപ, ആത്മകൃപ ഇതൊന്നു തന്നെയാണ്. മൂന്ന് ദൃഷ്ടികളിലൂടെ പറയുന്നു. ഇവിടെ ആകസ്മികമായി ഒന്നും സംഭവിക്കുന്നില്ല. ഒരു വ്യവസ്ഥയ്ക്ക് വിധേയമാണ് എല്ലാം. എൻ്റെയും നിൻ്റെയും ജീവിതം ആ വ്യവസ്ഥയിൽ അന്തർഭവിച്ചതാണ്. അതുകൊണ്ട് തന്നെ സകല വ്യവസ്ഥകൾക്കും അധീശമായിരിക്കുന്ന ഈശ്വര തത്വം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോന്നിനും ഞാൻ അതിനോട് കടപ്പെട്ടിരിക്കുന്നു എന്ന ഭാവന വളർത്തുന്നു. ഇവിടെ ഞാൻ ഈശ്വരകൃപയെ കാണുന്നു. ഗുരുനാഥനെ കണ്ടുമുട്ടാൻ കഴിഞ്ഞതിൽ ഞാൻ ഈശ്വരകൃപയെ കാണുന്നു. ഗുരുകൃപ, ഗുരുനാഥൻ്റെ കൃപ. ഗുരുനാഥൻ ശാസ്ത്ര താല്പര്യത്തിലേക്ക് എന്നെ ആനയിക്കുന്നത് കൃപ കൊണ്ടാണ്, അല്ലാതെ പേരിനോ പ്രശസ്തിക്കോ ദക്ഷിണയ്ക്കോ അല്ല. അത് കൃപയാണ്. അങ്ങനെ ഗുരുകൃപയായി. ഗുരുനാഥൻ ഉപദേശിച്ച വിദ്യ എന്നാൽ അറിയപ്പെട്ടതായി മറ്റൊന്നായി ശേഷിക്കുമായിരുന്നു. അറിയുന്നവൻ അറിയപ്പെടുന്നതെന്ന ഭേദത്തോടു കൂടി എന്നിൽ നിലനിൽക്കുമായിരുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാനൊരു സ്കോളറാകുമായിരുന്നു. അത് വരാതെ നോക്കിയത് ആത്മകൃപയാണ്. ഒരു വിഷയമായി ആത്മതത്വത്തെ പഠിക്കാതെ വിഷയുടെ സ്വരൂപമാണെന്ന ബോധം ആത്മകൃപ കൊണ്ടാണ് സംഭവിച്ചത്. അതുകൊണ്ട് ഈശ്വരകൃപ, ഗുരുകൃപ, ആത്മകൃപ ഇതെല്ലാം ഒന്ന് തന്നെ. ഈശ്വരോ ഗുരുരാത്മേതി എന്നാൽ ക്രമം ശ്രദ്ധിക്കുക. ഈ പറഞ്ഞ രീതിയിൽ ആ ക്രമത്തെ മനസ്സിലാക്കേണ്ടതാണ്. അങ്ങനെ മൂർത്തി ഭേദവിഭാഗിനെ, മൂർത്തി ഭേദത്തിൽ വിഭാഗം ചെയ്തിരിക്കുന്ന ദക്ഷിണാമൂർത്തിക്കായിക്കൊണ്ട് നമസ്കാരം. അതിനാണ് നമ്മൾ സദാശിവ സമാരംഭാം എന്ന് പറയുമ്പോൾ സദാശിവ ശബ്ദത്താൽ ശ്രദ്ധിക്കുന്നത് ആ ദക്ഷിണാമൂർത്തിയെയാണ്, അനാദ്യനന്തമായ ഗുരുപരമ്പരയെയാണ്. ശ്രദ്ധിക്കുക. വലിയൊരു ലേഖനമാണല്ലോ, നമ്പറിടാത്തതുകൊണ്ട് മാറ്റി വയ്ക്കാനും വയ്യ. നോക്കാം. വളരെ വലിയ ലേഖനമാണ്.
ഉദാത്തമായ ക്ഷേത്രസങ്കല്പം അത് ആര് എല്ലാമോ നിർമ്മിച്ചുവോ, അത് ആര് എല്ലാമോ നിർമ്മിച്ചുവോ അവർക്കത് വേണ്ടതുപോലെ ബോധ്യമായിരുന്നു. അതെയോ നിർമ്മിച്ചവർക്ക് വേണ്ടി മാത്രം ഉപാസന നടത്തുവാൻ മാത്രമായിരുന്നു. ഉദാത്തമായ സങ്കല്പം മറ്റുള്ളവർക്ക് പ്രവേശിക്കുവാൻ യാതൊരു തടസ്സവും അതിന് വരാൻ പാടുള്ളതല്ല. യഥാർത്ഥ ആത്മജ്ഞാനം ലഭിച്ചവർ സങ്കുചിത മനോഭാവമുള്ളവർ ആകാൻ ഇടയില്ല. പിന്നെ എപ്പോഴാണ് മനുഷ്യരിൽ ഒരു വിഭാഗം വേദജ്ഞാനത്തിനും പിന്നീട് ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിനും യോഗ്യരല്ല എന്നും അകറ്റി നിർത്തേണ്ടവരാണെന്നും ആരുടെ കൈകളിൽ നിന്നും ഉണ്ടായ പിഴവാണിതിന് കാരണം? ഇതൊക്കെ ഇനിയും പറഞ്ഞിരിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ഇതൊക്കെ പഴയ വിഷയമാണ്. പല പിഴവുകളും ചരിത്രഗതിയിൽ സംഭവിച്ചിട്ടുണ്ട്. അന്ധകാര ആവൃതമായ തീർത്തും ശാസ്ത്രബോധരഹിതമായ കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു വന്നിട്ടുണ്ട്. അനാചാരങ്ങളും ദുരാചാരങ്ങളും നമ്മളെ ഗ്രസിച്ചിട്ടുണ്ട്. ഒട്ടനവധി അനാചാരങ്ങൾ, ഒട്ടനവധി ദുരാചാരങ്ങൾ. തൊട്ടുകൂടാ, തീണ്ടിക്കൂടാ, ദൃഷ്ടിയിൽപ്പെട്ടാൽ ദോഷമാണ് എന്നൊക്കെയുള്ള അവസ്ഥാവിശേഷങ്ങൾ നമുക്കിടയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് ഇനി പറഞ്ഞിരിക്കേണ്ട കാര്യമെന്ത്? കാരണം വേദജ്ഞന്മാരായ മഹാപുരുഷന്മാർ, അടിവരയിട്ട് പറയണം, വേദജ്ഞന്മാരായ മഹാപുരുഷന്മാർ വേദത്തിൻ്റെ വീക്ഷണമനുസരിച്ച് ഈ വക ദുരാചാരങ്ങൾ തെറ്റാണെന്ന് സമർത്ഥിച്ച് സമൂഹത്തിന് വെളിച്ചവും ശക്തിയും നൽകി. അതേറ്റെടുത്ത് നമ്മൾ അതിനെയൊക്കെ അതിക്രമിച്ചു. അങ്ങുമിങ്ങും ചില ശേഷിപ്പുകൾ ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ഇതേ ക്രമത്തിൽ തന്നെ മുന്നോട്ട് പോകുമ്പോൾ, ശാസ്ത്രബോധത്തെ വ്യാപിപ്പിക്കുമ്പോൾ ആ ശേഷിപ്പുകളും ഇല്ലാതാവും. അതുകൊണ്ട് അത് ഇന്ന് ചർച്ച ചെയ്തിട്ട് പ്രയോജനമില്ലാത്ത വിഷയമാണ്. ഭാരതീയ സംസ്കാരത്തിൽ ഊറ്റം കൊള്ളുന്ന ഭാരതീയർ തന്നെ ഇവിടുത്തെ മനുഷ്യരെ വേർതിരിച്ച് കണ്ടത് എല്ലാവർക്കും അവസരം കൊടുത്താലാണ് ആദ്യം വിശ്വാസവും പിന്നീട് ആത്മസാക്ഷാത്കാരത്തിലേക്ക് നയിക്കുവാൻ ഇടയാക്കുന്നത്. ശാസ്ത്രങ്ങളിൽ വിശ്വാസമില്ലാത്ത ജനതയെ അതിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നത് അത്ര എളുപ്പമല്ല. അക്കാലത്ത് സംഭവിച്ച തെറ്റ് ഇന്നും വന്നുകൂടില്ല എന്ന് പറയാൻ കഴിയുകയില്ല. ഇന്നുള്ള മനുഷ്യരുടെ സംസ്കാരവും അക്കാലത്തിൽ നിന്ന് ഭിന്നമല്ല. ഈ കാലഘട്ടത്തിലും പണവും പ്രതാപവും ഉള്ളവർക്കാണ് ഇതിനൊക്കെ യോഗ്യത ഉള്ളൂ എന്ന മനോഭാവം സൂക്ഷ്മം നിരീക്ഷിച്ചാൽ ബോധ്യമാവും. സൂക്ഷ്മം നിരീക്ഷിച്ചാൽ ബോധ്യമാവില്ല, സ്ഥൂലം നിരീക്ഷിച്ചാൽ ബോധ്യമാവും. കരുതലോടെ നീങ്ങിയില്ലെങ്കിൽ ആ കാലം മറ്റൊരു രൂപത്തിൽ പ്രതിഫലിക്കാൻ ഇടയുണ്ട്. ഇപ്പോൾ വേദശ്രവണത്തിനും മറ്റും പോകുന്നവർ ക്ഷേത്രത്തിൽ മാത്രം പോകുന്നവരെ ആക്ഷേപിക്കുവാൻ തുടങ്ങും. വേദം പഠിച്ചിട്ടുണ്ടെങ്കിൽ തുടങ്ങില്ല, പഠിക്കാത്തവർ തുടങ്ങും. വൈദിക ശാസ്ത്രം പഠിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷേത്രോപാസകന്മാരെയോ ക്ഷേത്രത്തെയോ നിന്ദിക്കില്ല. ഇവിടുന്നും കഷ്ണവും മുറിയും പഠിച്ച് പ്രസംഗിക്കാൻ പോണവർ ക്ഷേത്രത്തെയും ക്ഷേത്രാചാര സമ്പ്രദായങ്ങളെയും നിന്ദിക്കും. എന്നാൽ അത് നിന്ദിക്കാൻ പലപ്പോഴും ക്ഷേത്രവേദികൾ ഉപയോഗിക്കുകയും ചെയ്യും. അതായത് ഏറ്റവും വലിയ നേരം പോക്ക്. ശരി, അവൻ എത്ര പോയിട്ട് എന്താ ഒരു മാറ്റവുമില്ലാതെ തുടരുന്നവൻ, ക്ഷേത്രത്തിൽ മാത്രം പോകുന്നവൻ, വേദപഠനത്തിൽ പോകുന്നവരെയും ബുദ്ധന്മാർ വന്നിരിക്കുന്നു എന്ന് ആക്ഷേപിക്കാൻ തുടങ്ങും. രണ്ടു കൂട്ടരിലും ത്യാഗമനോഭാവം ഇല്ല. ഇത് എല്ലാം ഒരു ന്യൂനതയല്ലേ? നമ്മൾ പുറത്തേക്ക് നോക്കല്ലോ. പുറത്തേക്ക് നോക്കുന്ന കാലത്തോളം ന്യൂനതകൾ കാണും. നമ്മളിലേക്ക് നോക്കൂ. നമുക്ക് വല്ലതും നേടാനാണെങ്കിൽ. അല്ലാത്ത കാലത്തോളം നമ്മൾ ഏത് വിഭാഗത്തിൽ പുറത്തേക്ക് നോക്കിയാലും സമൂഹത്തിലേക്കാണോ നോക്കുന്നത്? ഗുണദോഷ മിശ്രമാണ് സമൂഹം. ഗുണദോഷ മിശ്രമാണ്. ആചാര്യന്മാർ എന്ന് പറയുന്നവരും ഗുണദോഷ മിശ്രഭാവമുള്ളവരാണ്. അതുകൊണ്ടാണ് ആരിൽ നിന്ന് കേൾക്കുകയാണെങ്കിലും താൻ സ്വീകരിക്കേണ്ട അംശം മാത്രം സ്വീകരിക്കുക, താൻ തള്ളേണ്ട അംശം തള്ളിക്കൊള്ളുക. തനിക്ക് തള്ളാനുള്ള അംശം ആചാര്യൻ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് ആചാര്യൻ ദോഷക്കാരനാവുന്നില്ല. കാരണം വ്യക്തിയോടല്ല ആചാര്യൻ ഉപദേശിക്കുന്നത്. ഒരു വ്യക്തിയോട് ഉപദേശിക്കുമ്പോൾ തള്ളാനുള്ള ഒന്നുമില്ലാതെ പറഞ്ഞു കൊടുക്കാൻ കഴിയും. പക്ഷേ സമാജത്തോട് പറയുമ്പോൾ, വ്യത്യസ്ത വ്യക്തികളെ ലക്ഷ്യം വയ്ക്കുമ്പോൾ ഒരു വ്യക്തിക്ക് തള്ളേണ്ടതും മറ്റൊരു വ്യക്തിക്ക് കൊള്ളേണ്ടതും എല്ലാം അതിലുണ്ടാവും. നമ്മളത് ശീലിച്ചാൽ നമുക്ക് നല്ലത് മാത്രം എടുത്താൽ പോരെ. പനിനീർ പൂവ് മുള്ളുള്ള പനിനീർ തോട്ടത്തിൽ പോയാൽ മുള്ള് പറിക്കാൻ ശീലിക്കണോ? മുള്ള് കുത്താൻ പോകണോ? അതിനൊരു ഉപായം വേണ്ടേ മുള്ള് കുത്താതെ പൂ പറിക്കാൻ? അപ്പം അത് കാണാൻ പോണതിനനുസരിച്ച്
നമുക്ക് ഒന്നും കിട്ടാൻ പോണില്ല. അത് ശ്രദ്ധിക്കുക. എല്ലാ തരത്തിലുമുള്ള അറിവ് കൊണ്ട് നമുക്ക് ഉണ്ടാവേണ്ടത് ത്യാഗപൂർണമായ ജീവിതമാണ് എന്ന് തിരിച്ചറിയാതെ ഇരുന്നാൽ ഈ വേദങ്ങളും ക്ഷേത്രങ്ങളും ഒന്നും ആർക്കും ഒരു ഗുണവും ചെയ്യില്ല. അതുകൊണ്ട് തന്നെ തേന ത്യക്തേന ഭുഞ്ചീതാഹ എന്ന ഉപനിഷത് മന്ത്രം ശക്തമായ രീതിയിൽ പ്രചരണം നടത്തേണ്ടതുണ്ട്. ത്യാഗമനോഭാവമുള്ളവർക്ക് ഒരു ശാസ്ത്രത്തിൻ്റെയും ആവശ്യം തന്നെ വരുന്നില്ല. ഇത് ശാസ്ത്രമല്ലേ തേന ത്യക്തേന ഭുഞ്ചീത എന്ന് പറഞ്ഞത്? ഇപ്പോൾ തേന ത്യക്തേന ഭുഞ്ചീതാഹ എന്നത് ശക്തമായ രീതിയിൽ പ്രചരണം നടത്തണം വെച്ചാൽ ശാസ്ത്ര പ്രചരണം നടത്തണം എന്നതിൻ്റെ അർത്ഥം. കാരണം ശാസ്ത്രവാക്യമാണത്. നമ്മുടെ സംഭാഷണം ഒരിക്കലും ഒരു പൂർവാപര വൈരുദ്ധ്യമുള്ളതാവരുത്. ചില സ്ഥലങ്ങളിൽ സ്വാഗതം ചെയ്യാറുണ്ട്. സ്വാമി നമ്മളടുത്ത് വന്നിരിക്കുകയാണ്, നമ്മളിൽ അപാരമായ സ്നേഹം കൊണ്ടാണ് സ്വാമി വന്നിട്ടുള്ളത്. വളരെ തിരക്കുള്ള സ്വാമി മറ്റു വല്ല പരിപാടിയും മാറ്റിവെച്ച് നമ്മളിൽ വന്നതിൽ നമ്മൾ കൃതാർത്ഥരാണെന്നൊക്കെ. എന്താ അതിൻ്റെ അർത്ഥം? ഇയാൾ വേറെ പരിപാടി ഏറ്റെടുക്കും, എന്നിട്ടത് റദ്ദ് ചെയ്യും, വേറെ സ്ഥലത്തേക്ക് പോകുന്ന ഇത്ര അധാർമികൻ വേറെ ഇല്ല എന്നാ. പക്ഷെ നമ്മൾ പലപ്പോഴും ഇത് ആലോചിക്കുന്നത്, നമ്മൾ ഒരു സൈഡ് ആലോചിച്ചിട്ട് കേമാണല്ലോ ഇത് വേറെ പരിപാടി റദ്ദ് ചെയ്തിട്ടോ എന്ന് നല്ല അർത്ഥത്തിൽ പറയും. അപ്പോൾ സംഭാഷണം എപ്പോഴും ശ്രദ്ധിക്കണം. പൂർവാപര വൈരുദ്ധ്യം ഇല്ലാതെ സംഭാഷണം ചെയ്യേണ്ടതാണ്. അപ്പോൾ തേന ത്യക്തേന ഭുഞ്ചീതാഹ എന്നുള്ളത് ശാസ്ത്രവാക്യമാണ്. അതുകൊണ്ട് ശാസ്ത്രമാണ് പ്രചരിപ്പിക്കേണ്ടത്. അതിനോട് നമുക്ക് യോജിപ്പുണ്ട്. പക്ഷെ ഒരു ശാസ്ത്രം ആവശ്യമില്ല എന്നുള്ളതിനോട് യോജിപ്പില്ല. ശാസ്ത്രമേ ആവശ്യമുള്ളൂ. എപ്പോഴും ശാസ്ത്രത്തെ മുറുകെ പിടിക്കണം. ശാസ്ത്രം വേറെ ഒന്നും വേണ്ട. വ്യക്തികൾ വരട്ടെ പോട്ടെ. വ്യക്തിയെ കയറി പിടിച്ചാൽ അയാളുടെ തെറ്റും ശരിയും നമ്മൾ പിടിക്കേണ്ടി വരും. അതെ, ശാസ്ത്രം അത് മാത്രമേ വേണ്ടൂ. അതിനോട് മാത്രം ബന്ധം, വേറൊരു കച്ചവടമില്ല. അത് ശ്രദ്ധിക്കുക. ശാസ്ത്രതത്വം അറിയാതെയാണെങ്കിലും അവർ ശാസ്ത്രത്തിൽ തന്നെ ജീവിക്കുന്നവരാണ് ഒരു പരിധി വരെ. തത്വജ്ഞാനം നടക്കുന്ന സ്ഥലങ്ങൾ മാത്രം സന്ദർശിക്കുന്നവർ കേമനാണെന്നുള്ള അഹങ്കാരം ഉണ്ടാകുവാൻ തുടങ്ങുന്നതോടുകൂടി വേദത്തിൻ്റെ അന്തസത്തയും ഇവരിലൂടെയൊക്കെ തന്നെ താഴത്തേക്ക് വരുവാനും തുടങ്ങും. വേദത്തിൻ്റെ അന്തസത്ത കുറയുകയില്ല, കൂടുകയില്ല. ഇവരാകുന്നു താഴുന്നത്, ഉയരുന്നത്. അത് ശ്രദ്ധിക്കുക. വേദത്തിനൊരു കുറവും വരാൻ പോണില്ല. ആരെന്ത് നിന്ദിച്ചാലും ആരെന്ത് അധപ്പതിച്ചാലും വേദത്തിന് അധപ്പതനം ഇല്ല. അത് ശ്രദ്ധിക്കുക. അങ്ങനെ അതിലും താഴെയുള്ളവർ വേദശാസ്ത്രങ്ങളെ ധിക്കരിക്കുവാൻ തുടങ്ങും. അവിടെ നിന്ന് പിന്നീട് പുതിയ വിപ്ലവ പാർട്ടികൾ രൂപം കൊള്ളും. അവർ അതിനെ പൂർണ്ണമായി നിരസിക്കുന്നു. മനുഷ്യരുടെ രീതിയിൽ അതിൻ്റെ ശരിയായ അവബോധം സൃഷ്ടിക്കുവാൻ ആർക്കും കഴിയാതെ വരും. അപ്പോൾ സനാതനധർമ്മം എല്ലാവരിൽ നിന്നും ഭിന്നമാകും. പുതിയ വൈദേശിക സംസ്കാരം കടന്നു വരും. ഇതിപ്പോൾ കുറച്ചങ്ങോട്ട് കടന്നു പോകുന്നുണ്ട് ചിന്ത. ഉണ്ടായ വിപ്ലവ പാർട്ടികളും നൂതന സംസ്കാരം ഉണ്ടെന്ന് പറയപ്പെടുന്നവരും പിന്നീട് ക്ഷയിക്കുവാൻ തുടങ്ങും. അവരവരുടെ മേന്മയും വേദപണ്ഡിതൻ എന്ന അഭിമാനിച്ച് ഇരുന്നവരുടെ മേന്മ മങ്ങിയതുപോലെ മങ്ങാൻ തുടങ്ങും. പിന്നീട് വേദങ്ങളുടെ അർത്ഥതലങ്ങൾ തേടി അന്വേഷണം തുടങ്ങും. ഇതിൻ്റെ അറിവ് തേടി വരുമ്പോൾ ഇത് കൊണ്ടു നടക്കുന്നവരും ക്ഷയിക്കാൻ തുടങ്ങും. ഒന്നും ശാശ്വതമല്ല. മാറിക്കൊണ്ടിരിക്കുന്ന കാലം അതിൻ്റെ ഭരണം തുടർന്നുകൊണ്ടേയിരിക്കും. എന്നിരുന്നാലും നാം ഓരോരുത്തരും ശരിയായ കർത്തവ്യം തിരിച്ചറിഞ്ഞ് പ്രവർത്തന സജ്ജരാകുക. അതിന് സ്വാമിജിയുടെ കാലഘട്ടത്തിലൂടെ നമുക്കും ഒത്തുചേരാം. ഇങ്ങനെയുള്ള മഹാന്മാരുടെ കാലത്തിൽ നാം വന്ന് പിറന്നു എന്നത് എത്ര ധന്യമാണ്. അത് നാം പ്രയോജനപ്പെടുത്തുകയേ വേണ്ടൂ. ഈ കത്തിൻ്റെ പൊരുത്തക്കേടും അവിടുത്തെ അറിവിൻ്റെ മുന്നിൽ സമർപ്പിക്കുന്നു. വ്യക്തമാക്കി തരണമെന്ന് താഴ്മയോടെ. വളരെ സന്തോഷം. നല്ല ചിന്തകളുണ്ട്. നല്ലൊരു മനസ്സിൽ നിന്ന് ഈ ഒരു കത്ത് വരൂ. പക്ഷേ പൂർവാപര ബന്ധമില്ലാതെ തൻ്റെ ചിന്തകളെ ക്രമീകരിക്കാൻ താൻ ശീലിക്കണം. മാറ്റം പ്രപഞ്ച നിയമമാണ്. മാറാത്തത് സ്വരൂപം മാത്രവും. അടുത്തതും വലിയൊരു ലേഖനാണല്ലോ ഭഗവാനെ. കഴിഞ്ഞ ദിവസം അങ്ങ് പറഞ്ഞു, അച്ഛനമ്മമാർ വിവാഹം കഴിപ്പിച്ചില്ലെങ്കിൽ സ്വയം വിവാഹിതയാവാൻ സ്ത്രീക്ക് സ്വാതന്ത്ര്യമുണ്ടെന്ന് മനുസ്മൃതി പറയുന്നു. ഉണ്ട്, മനു പറഞ്ഞിട്ടുണ്ട്. മനു ശ്ലോകം ഓർമ്മയില്ല. അർത്ഥമിതാണ്: പ്രായപൂർത്തിയായ ശേഷം ഭർതൃമതിയാകേണ്ട സന്ദർഭത്തിൽ ഭർത്താവ് അച്ഛൻ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ മകൾക്ക് ഉചിതനായ ഭർത്താവിനെ സ്വീകരിക്കാൻ അധികാരമുണ്ട് എന്നാണ് മനുവിൻ്റെ വാക്യത്തിൻ്റെ അർത്ഥം. അങ്ങനെയെങ്കിൽ ന സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്നും മനുസ്മൃതി തന്നെയല്ലേ പറയുന്നത്? ന സ്ത്രീ സ്വാതന്ത്ര്യം അർഹതിയും തമ്മിൽ ഒരു ബന്ധവുമില്ല. ന സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്നുള്ളത് വളരെ ഉന്നതമായൊരു ആദർശമാണ്. വളരെ ഉന്നതമായ ആദർശമാണ്.
ഒരുപക്ഷെ ഈ വാക്യത്തിൻ്റെ പേരിലാണ് മനു ഇന്ന് ചീത്തപ്പേര് കേൾക്കുന്നത്. വ്യാഖ്യാനിക്കാൻ പോകും. നല്ല കേശമാർക്കുണ്ടോ അവൻ സുകേശാവ്, നല്ല ഭംഗി.